പോയി കുളിച്ചിട്ട് ഞാൻ മാങ്ങ ചെമ്മിനിട്ട് കറി വെച്ചിട്ടുണ്ട്. കുറെ നാളെ ശരീരം ഒന്നാക്കിയിട്ട് പത്തിന്റെ ഇപ്പൊ വരുന്നില്ല, 20 ഉള്ളൂ. ഒരെണ്ണം എടുക്കട്ടെ? പറ്റില്ല. നിങ്ങൾ എന്റെ പേരിൽ തൊഴണം വിളിച്ചിട്ട് ഒരുമിച്ച് പോയിട്ട് ഒരുമിച്ച് എന്നാ പിന്നെ ഞാൻ പറയാം. മൂസ പറഞ്ഞിരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിയിട്ട് നിങ്ങളെ കൊടുത്തയക്കുന്നു. സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേക്കാൻ. നമ്മളെ സ്ഥിരം തല്ലാനെ ഹെഡ് മാസ്റ്റർക്ക് ചൂല് കൊണ്ടുകൊടുക്കുന്ന രമ്യാറല്ലേ, അവക്ക് എന്നെക്കാൾ ഒരു ചിരിയൊക്കെ ഉണ്ട്. അതെന്നെ കാണുമ്പോഴുണ്ടോ നമ്മൾ വിടുന്നതാണ്. നന്നായില്ലേ ഇപ്പൊ കാണാൻ പറ്റില്ല. അവള് ചിരിക്കുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി കാണില്ലേ? ഇഷ്ടം. എടാ ഞാൻ കല എൻഡിയിലെ അബ്ദുൽ കലാം. ഈ വിവേകാനന്ദ രാജൻ സാറിനെ പറ്റി എന്തിനാണ് രാജ് സാറിനെ തന്നെയത്? ഞാൻ തന്നെയോ സാർ? ആ രാജ് സാർ പ്രാന്ത. അയാൾക്ക് മാത്രമല്ല ഇവിടെ എല്ലാത്തിനും ഇനി ഇതൂടെ ബാക്കിയുള്ളൂ. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊച്ചുങ്ങളുണ്ടാവുന്നില്ലേ? കുറച്ച് സെപ്പറേഷൻ കൂടെ ബുക്കിൽ ബാക്കി വെച്ചത്. അതെ, മറ്റു മാതാപിതാക്കളെ പോലെ അവര് പറയുന്ന പോലെ പഠിച്ച് അവര് പറയുന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനൊന്നും ഞാൻ വാശി പിടിക്കില്ല. അതുകൊണ്ട് നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിലൊരു ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാം. തീരുമാനിച്ചു. വെറുതെ എന്റെ പൈസ തുടങ്ങരുത്. നീ എന്തായാലും യൂണിവേഴ്സിറ്റി കിട്ടാൻ പോകുന്നില്ല. എനിക്ക് എഞ്ചിനീയർ ആവണം. അതൊന്നും എനിക്കറിയാം. പക്ഷെ എനിക്ക് എഞ്ചിനീയർ ആയാൽ പറ്റും. പറ്റൂല, പഠിക്കണം. നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. നിന്റെ വാപ്പാടെ ബുദ്ധിയാ നിനക്ക്. ഞാൻ പുറത്തേക്കാവും. എന്താ സാർ വിളിപ്പിച്ചത്? നിങ്ങൾ ആരുടെ കടിയണ? എല്ലാം നമ്മുടെ പിള്ളേരാണ് സാർ.
പിന്നെ ഈ മൂസ ഇതാണ് എന്റെ മോൾ. അപ്പോ ഇവരുടെ കൂട്ടുകാരായതുകൊണ്ട് എല്ലാം എനിക്ക് എന്റെ മക്കളെ പോലെ സാർ നല്ല പ്രധാനം. അതെന്റെ തോന്നലല്ല, ഈ കോളേജിൽ ഒരു അധ്യാപകനെ തട്ടിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വേദത്തരങ്ങൾ നീയൊക്കെ കാണിച്ചിട്ടെങ്കിലും ഞാൻ അറിഞ്ഞ ഒരു ഒറ്റ ഒരുത്തരം ഞാൻ പറഞ്ഞു വിടും. തൽക്കാലം ഞാൻ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞു വിട്ടു. അത്രയും മാവോളി സാർ. ഇന്നേവരെ ഉമ്മ പിള്ളേരല്ലാതെ ഒരു അധ്യാപകനെ പോലും തല്ലിയിട്ടില്ല. ഇല്ലടാ, ഇല്ല തല്ലിയിട്ടില്ല. അത്രയും നല്ല പിള്ളേരാണ്. ഒരു ശക്തിക്ക് എന്റെ ലക്ഷ്യത്തിന് തീർക്കാനാണ് നിന്നെ തോപ്പിച്ചിരിക്കും. എന്റെ കൂട്ടുകാരെ വേണ്ടി അതുവരെ ഞങ്ങൾ കൂടുന്നത് അവനും അവിടെ നോക്കുന്നുണ്ടല്ലോ. പിന്നെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. നമ്മളുണ്ടല്ലോ മൂന്നാമതിന് ഒരാള് അവളെ നോക്കാൻ. പിന്നെന്ത് കാരണം? എനിക്ക് നിങ്ങളെ പോലെ ഹാർഡായിട്ട് ജോലി ചെയ്യാൻ പറ്റണം. പിന്നെ വീട് മേടിക്കണം, കാശുണ്ടാക്കണം, കാർ വാങ്ങണം, പേരൻസിനെ നല്ലോണം നോക്കാൻ പറ്റണം. പിന്നെ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റണം. എല്ലാ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ടോ? ഫ്യൂച്ചർ പ്ലാനെന്നൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ ഒന്നിനും എത്ര ആഴ്ത്തി പോയാലും നമ്മളെ തിരിച്ചു വയ്ക്കണം. ഇതൊക്കെയാണ് ഇപ്പൊ. ഇനി തിന്നാൻ കർപ്പൂരം വല്ലതും മേടിച്ചിട്ട് ഓരോരുത്തർ പ്രയാണം ഉള്ള കാലം മുഴുവൻ അവിടെ ഡെലിവറി പോയിരിക്കും നടക്കും. നീ കൂടുതൽ ഇരിക്കുന്നു വേണ്ട. ഒരു ഷൂറൊന്നും ചാവത്തുള്ളൂ. കണ്ണു മോഹം ഇരിക്കുന്നവർക്ക് മോഹം എന്ന് മൂലം എന്ന് അറിയാൻ വേണ്ട. എന്റെ കോളേജിൽ ഒന്നുമില്ലല്ലോടാ. നിന്റെ കോളേജിൽ നീ വെട്ടിയെടുത്തോണ്ട് പോയി പോ. യൗവനെ പോകാനാത്തത് യൗവനെ കിട്ടണം. പുസ്തകം കൊണ്ട് ഇതെവിടെ വിടാനാ? നിനക്കറിയാം ആരൊക്കെയാണ്? എന്റെ ചങ്സ് ഞങ്ങളെ ചേട്ടാ, എനിക്ക് തലകാലം നീ എന്തെങ്കിലും നിന്റെ എടി മുടിയും വെട്ടി തന്തയുടെ ശബ്ദം തന്തയുടെ വണ്ടി എടുത്ത് അങ്ങനെ രാത്രി കറങ്ങാൻ തുടങ്ങിയാൽ ആളത്തിലടി. നിന്നെ പറഞ്ഞ കാര്യമില്ല. അത്രോ ഇനി ഇവരോടൊക്കെ നമ്മളോട് പറഞ്ഞത് അവളുടെ വായിക്കുന്ന ഒമ്പൂടെ കേട്ട് എനിക്ക് സമാധാനം. എന്താ സംഭവം അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അവൻ ഇനി ഇടിച്ചുറങ്ങില്ല. വിഷ്ണു, ഞാൻ മൂസ.
ഉമ്മറോടെ പേരെന്താ? റെഡി. ഷട്ടി. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. പോലെ പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കണ്ണിന് ഇത്ര വലിയ കണ്ണാടി ഉണ്ടാക്കി കണ്ടിട്ടില്ല. സാർ എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെയാണല്ലോ സാർ. ആ സമയത്ത് മാസിലൊക്കെ എന്താ ഇത് ചെയ്തുകൊണ്ട് സാറേ ഇവനൊരു കുഞ്ഞുമാടം പോലെയാണ് സാറേ. സാറേ എന്നോട് 1ാം ക്ലാസ് തൊട്ട് പഠിച്ചേന് സാറേ അവൻ. ഞങ്ങളൊരു ഡിഫറൻസ് ആണ് സാറേ. ഇവര് മൂന്നൂര് എനിക്ക് ഇവിടെ നമ്മുടെ നാട്ടുകാർ കേട്ടോ. അച്ഛന്മാരൊന്നും മക്കളെ വളർത്ത അതൊക്കെ മാസം പഠിച്ചതാണല്ലേ. വലിയ വയസ്സ് വരെ ആ കോളേജിൽ പഠിക്കാത്തവന്മാർക്ക് ഇങ്ങോട്ട് മാറി. ഇതെനിക്ക് പറ്റിയത് മുഹമ്മദ് അൽബിൻ സലീം ഇബ്രാഹിം. അബ്ദുൽ കലാം. കുറച്ച് ജയിലിൽ കിടക്കട്ടെ, അങ്ങനെ നന്നാവുമല്ലോ. എന്നാ താനൊരു കാര്യം ചെയ്യും, ജയിലിൽ പോയി നന്നായൊരു 3-4 പേര് വിളിച്ചോണ്ടെന്ന് കാണും. ഒരു എഞ്ചിനീയർ ആവാൻ എനിക്കേ പറ്റില്ല സാർ. എന്റെ മകളിലൂടെ എനിക്ക് അത് സാധിക്കാന്ന് വിചാരിച്ചാൽ ഞാൻ ഒരു മണ്ടനായിരിക്കും സാർ. മണ്ടന്റെ പേരാണ് തോമാചാരി. പഠിച്ചു 9 ദിവസം. പഠിക്കാതെ 3 പോയി. എടോ എല്ലാ തന്നമാരും ഇതൊക്കെ തന്നെയുള്ള കുറെ കാലങ്ങളായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് വിട്ടത് താൻ പാസ്സായില്ലോ. അച്ഛൻ തിരിച്ചാത്ത വാച്ച അവന്റെ മഴ കഴുത. ഈ പ്രശ്നം കാരണമാണ് പലതവണ വീട്ടിൽ തിരക്കി പോയാലും ചാവാനൊക്കെ എനിക്ക് തോന്നിക്കുന്നത്. അത് എനിക്ക് എന്റെ തന്നേക്ക് പോകാം. ഇതിന്റെയൊക്കെ കോപ്പറേറ്റ് ടെൻഷൻ പ്രശ്നം എവിടെ പോയാലും ആള് തന്നെ നമുക്ക് സംസാരിക്കണം. തോൽവിയാണ് എല്ലാവർക്കും വേണ്ട. എടാ ആദ്യം പറഞ്ഞ നമ്മൾ സമ്മതിച്ച് ഇനി ഭാഗ്യം കൊണ്ട് നീ ചത്ത് ആംബുലൻസ് 10 കസേര സഞ്ചയ 16 ഫുഡ് കഴിക്കാവുന്നവർക്കുള്ള ഫണ്ട് എല്ലാം കൊണ്ട് ഭാരതത്തിന്റെ ഫാമിലി മുടി ഇറങ്ങി വാടാ. അപ്പൊ 3 കൊല്ലം ഡിപ്രഷൻ അടിക്കാൻ ഉള്ളതേ ഈ ഫാനിൽ എങ്ങനെ തൂങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫാൻ ഓഫ് ആക്കിട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ കറങ്ങിയിരിക്കും. എന്തായി? ഈ റിസൾട്ട് നീ പ്രതീക്ഷിച്ചിരുന്നോ? ഈ റിസൾട്ട് നീ പ്രതീക്ഷിച്ചിരുന്നോന്ന്? ഇല്ല. എന്നാ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അവളുടെ ചോറെടുത്ത പശുവിനോട് എന്നിട്ട് അപ്പന്റെ ഒരു കടന്നു ഞാനാ നൽകുന്നത്. അതുകൊണ്ട് നീ ഇപ്പൊ ചിന്തിക്കുന്നു എന്നിട്ട് അവന്റെ കഴിവിന്റെ കഥ ഒട്ടാക്കാൻ നടക്കുന്നു. എന്തുവാണോ നല്ലൊരു ഫംഗ്ഷൻ നടന്നിട്ട് നീ ഇങ്ങനെ ആണോ? പറയുന്ന കാര്യം എവിടെ വെച്ചാണ് ആരുടെ മുന്നിലാവില്ല. അങ്ങോട്ട് റിപ്പോർട്ട് പറഞ്ഞാലേ ശരിയാത്തുള്ളൂ.
നാലാളെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ നിനക്ക് നാണം വരും. നിനക്ക് എത്ര വയസ്സാണ്? നിന്റെ വയസ്സ് പറ. ഇവന്റെ പ്രായത്തിൽ നിങ്ങൾ എന്നാ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ സർവീസ് ചെയ്യുന്ന മരിച്ച ഒഴിവില്ല എനിക്ക് ജോലി കിട്ടിയത്. അല്ലാതെ എന്റെ കഴിവുള്ളൊന്നും ഇനി ഞാൻ സർവീസ് ചെയ്യുന്ന മരിച്ച ആ ജോലി നീ ഇത് പണയം വെച്ചോ, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലടാ. എനിക്ക് മനസ്സിലാവും നിന്റെ അമ്മയ്ക്ക് നിനക്ക് ഓർമ്മയുണ്ടായിരുന്നു. എല്ലാ പാരന്റ്സിന്റെ ആഗ്രഹം അവസാന കാലത്ത് മക്കളെ കണ്ടു മരിക്കണം. ഈ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഉള്ള മക്കളെത്തുമ്പോഴേക്ക് പലപ്പോഴും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതായിട്ട് വിഷം. എന്നാ നീയൊന്ന് വെച്ച് നോക്ക്. നീ വയ്ക്കുന്നതാണോ വാഴ, അതോ ഇളം വെച്ചതാണോ വാഴ, ഞാൻ വെച്ചതാണോ വാഴയെന്ന് നമുക്കൊന്ന് നോക്കാൻ. ബഹിരാകാശ ഗവേഷകർക്കൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡ്. ഈ കാര്യം മുട്ടയെന്ന് ഈ വർഷം മഴ പെയ്യില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? നിങ്ങൾ നോക്കും. ഇനി വരാൻ പോകുന്നത് ഇക്കൊല്ലം മൺസൂൺ ഇല്ലെന്ന് മാത്രമല്ല അത്യാവശ്യം വെള്ളം പോലും കിട്ടും. അതിനിപ്പോ എന്തിപ്പോ പുഴയിലല്ലേ വാഴ അയക്കുന്ന പാവങ്ങള് അതിനൊരു ചെറിയ പഴം പോലും കഴിക്കാൻ പറ്റാത്തതിന് വിഷമത്തില് കിടന്ന് അലറി അലറിക്കാരിയിരിക്കുമല്ലേ. അങ്ങനെ പഴങ്ങളുടെ പൈസ വാങ്ങി കൊടുത്തേക്കണം. അല്ല അത്രയും പൈസ ഇല്ല. അത്രയും പൈസ ഇല്ലെന്നോ? ഇങ്ങനെ പൈസ കുറച്ച്